ഓൾമോസ്റ്റ് 23 വണ്ടി എന്ന് തന്നെ പറയാം. വെറും 5000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. പെട്രോൾ ആണ് അല്ലേ? നല്ല മോഡൽ കൂടിയ ലോ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയും കൂടി കാണിച്ചു തരാം. അതായത് 7 സീറ്ററിൽ ലോ ബഡ്ജറ്റിൽ ഹ്യുണ്ടായി ക്രെറ്റയാണ്. ക്രെറ്റയുടെ ഫസ്റ്റ് ഷേപ്പ് വണ്ടിയാണ്. മോഡൽ വരുന്നത് 2016 മോഡലാണ്. 16 2016 എനിക്ക് ഫുൾ ഓപ്ഷൻ തോന്നുന്നല്ലോ. അതെ, SX+ ആണ് വരുന്നത്. SX+. ഓൾറെഡി നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ 2 പെട്രോൾ വണ്ടി കാണിച്ചു തന്നു. ഇനിയിപ്പോൾ ഒരു ഡീസൽ വണ്ടി അത്യാവശ്യം മൈലേജ് ഒക്കെ കിട്ടുന്ന നല്ല വണ്ടി വേണമെങ്കിൽ അല്ലേ? ഇത് ടെറാൻ ഏതോ മോഡല്? ഇത് 2017 മോഡലാണ്. ഫുൾ ഓണിൽ എടുക്കാം. ഇനി ഇവിടുത്തെ കേസ് ഫുൾ ഓണിന്റെ കേസ് പറയേണ്ട കാര്യമില്ല. എല്ലാ വണ്ടിക്കും ഇവിടെ കിടക്കുന്ന 250 വണ്ടിക്കും നിങ്ങൾക്ക് ഫുൾ ഓൺ കിട്ടും. 1 രൂപ പോലും കൊടുക്കണ്ട. ഒരു മൾട്ടി പർപ്പസ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മോഡൽ കൂടിയ ഒരു ഈക്കോ അല്ലേ? 5 സീറ്റർ AC യാ? 5 സീറ്റർ AC വരും. ഓക്കെ, മോഡൽ ഏതാ? വണ്ടി ഓടിക്കുന്നത് വെറും 5000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 5000 ഓടിയിട്ടുള്ളൂ. പെട്രോൾ ആണ് കേട്ടോ. അതായത് വെറും 5000 കിലോമീറ്റർ ഓടിയ വണ്ടി. 2012 മോഡൽ. 12 ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി കേട്ടോ. ഇത് ഓടിയതൊക്കെ എത്രയാ? വണ്ടി ഓടിക്കുന്നത് 89000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഈ ഒരു ഷോറൂമിൽ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ആരെയും ഇതൊന്നും പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാവർക്കും അറിയാം, ഇത്രയും അധികം വണ്ടികൾ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടിയിട്ടിരിക്കുന്നത് നമ്മുടെ കാർ24ന്റെ യാർഡാണ്. ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ എറണാകുളം ജില്ലയിൽ കാക്കനാട് സ്ഥിതി ചെയ്യുന്ന കാർ24ന്റെ യാർഡിലാണ്. നിങ്ങളെ കാണിക്കാൻ വേണ്ടി കുറച്ചധികം വണ്ടികൾ കാണിച്ചു തരാം. അതിൻ്റെയൊക്കെ പുറമെ ഇവർ തരുന്ന ഒരുപാടധികം ഓഫറുകളുണ്ട്. നിങ്ങളൊരു യൂസ്ഡ് കാർ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വാറണ്ടി ഉണ്ട്, അതുപോലെ തന്നെ ബൈബാക്ക്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. കറക്റ്റ് ഡീറ്റെയിൽസ് ഞാൻ എന്തായാലും ഒന്ന് പറഞ്ഞുതരാം. നല്ല വണ്ടികൾ എല്ലാവിധ ഫെസിലിറ്റിയോടും കൂടി ഏറ്റവും കംഫർട്ടബിളായിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സ്ഥലമാണ് ശരിക്കും ഇപ്പോൾ കാർ24 എന്ന് പറയുന്നത്. ശരിക്കും ഈ കാർ24 എപ്പോഴും കാലത്തിനൊത്ത് എന്താ പറയുക സഞ്ചരിക്കുന്ന ഒരു ബ്രാൻഡായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഒരു ആപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വളരെ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. യൂസ് കാർ പർച്ചേസ് ചെയ്യുക എന്ന് പറയുന്നത് ഇന്നിപ്പോൾ വളരെ എളുപ്പമുള്ളൊരു കാര്യമായി മാറിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് കുറച്ചധികം ഡീറ്റെയിൽസ് കാണിച്ചു തരാം. റനീഷ് ബ്രോ, നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ കാർ24ന്റെ ഒരു വീഡിയോ എടുക്കുമ്പോൾ ഫസ്റ്റ് നമ്മളാണ് ഒരു വീഡിയോ എടുത്തത്. ഇവിടെ എല്ലാ പഴയ അവരുടെ ഒരു ഗ്രൗണ്ടിൽ വെച്ചിട്ട് ഞങ്ങളാണ് ആദ്യമായിട്ട് അല്ലേ നമ്മളാണ് തുടങ്ങുന്നത്. അതിനുശേഷം ഇപ്പോഴാട്ടോ കിട്ടുന്നത്. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖമായിട്ട് പോകുന്നു. ഒരുപാട് വണ്ടികളുണ്ടല്ലേ? ഒരുപാട് വണ്ടികൾ വന്ന് കയറി. 250+ എപ്പോഴും ഉണ്ടാവും. ഓക്കെ, പിന്നെ ഇവരുടെ ആപ്പ് ഒന്ന് നോക്കിക്കോളൂ. പിന്നെ മെയിൻ ആയിട്ട് പറയാനുള്ള എന്തൊക്കെയല്ലേ? നമ്മളെന്ന് പറയുമ്പോൾ 140 ക്വാളിറ്റി ചെക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ 7 days റിട്ടേൺസ്, അതാണ് മെയിൻ ആയിട്ട് കൊടുക്കുന്നത്. എന്ന് പറയുമ്പോൾ 500 കിലോമീറ്റർ വരെ കസ്റ്റമർ ഓടിച്ചു നോക്കാം 7 ദിവസത്തിനുള്ളിൽ. ഒരു 10-300 കിലോമീറ്റർ ഓടിക്കുമ്പോൾ തന്നെ വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് അറിയാൻ പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കസ്റ്റമറിന്റെ 7 ദിവസം വണ്ടി ഓടിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ റിട്ടേൺ ചെയ്യാം. ഒരു പൈസ പോലും നിങ്ങൾ മേടിക്കില്ല. അതായത് അത് ശരിക്കും പറഞ്ഞാൽ വേറെ ആരും കൊടുക്കാത്തൊരു ഓഫറാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടുന്ന് ഞാനിപ്പോൾ ഈ വണ്ടി എടുത്തുകൊണ്ട് പോയി ഞാൻ ഈ വണ്ടി ഒരു 500 കിലോമീറ്ററിനുള്ളിൽ ഓടിച്ചു, എന്തോ എനിക്ക് ആ വണ്ടി അങ്ങോട്ട് കംഫർട്ടബിൾ ആവുന്നില്ല, സെറ്റ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ വിത്ത് നോ റീസൺ ഇവിടെ കൊണ്ട് കൊടുത്താൽ നിങ്ങൾ റീഫണ്ട് ചെയ്യും. വേറെ വണ്ടി എടുക്കാം, അല്ലെങ്കിൽ പൈസ അല്ലേ? ഇപ്പൊ ഇൻഷുറൻസിന്റെ എമൗണ്ട് ഈ അടക്കം എടുക്കുകയാണെങ്കിൽ ആ അടക്കം ഫണ്ട് റീഫണ്ട് ആക്കി അങ്ങനെ ആക്കി കൊടുക്കും. ഫുൾ എമൗണ്ട് ഇൻഷുറൻസിന്റെ എമൗണ്ട് അടക്കം റീഫണ്ട് ചെയ്ത് കൊടുക്കും. അടിപൊളി. അപ്പോൾ എന്തായാലും അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാക്കാം, നമുക്ക് വഴിയെ പറയാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഫോളോ ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യാനും മറക്കണ്ട. നല്ലൊരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഉപകാരം കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതുമൊന്ന് പറഞ്ഞു കൊടുക്കാലോ. പിന്നെന്താ. അപ്പൊ നമ്മുടെ ഈ ഒരു എപ്പിസോഡിലെ ആദ്യത്തെ വണ്ടി അൾട്രോസ് ആണല്ലേ? ഏറ്റവും പുതിയ വണ്ടി. ഏതാ മോഡൽ? 2022 മോഡലാണ്. 22 മോഡൽ. അതെ, വണ്ടി ആകെ 14000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 14 ഓടിയിട്ടുള്ളൂ അല്ലേ? എനിക്ക് തോന്നുന്നു പെട്രോൾ ആയിരിക്കും അല്ലേ? പെട്രോൾ വണ്ടി. എറണാകുളം രജിസ്ട്രേഷൻ വണ്ടി തന്നെയാണ്. വെറും 14000 കിലോമീറ്റർ 2022. എക്സാക്ട് ഡെലിവറി പറഞ്ഞാൽ 16/2/2022 ഡെലിവറി ഡേറ്റ് വരുന്നത്. ഇത് വേരിയന്റ് ഏതാ എന്ന് പറയുമ്പോൾ പെട്രോൾ അല്ലേ? എക്സി എന്ന് പറയുമ്പോൾ മിഡിൽ ഓപ്ഷൻ ആയിട്ട് വരും കേട്ടോ. ഒട്ടുമിക്ക ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും അല്ലേ? മിറർ ഫോൾഡിംഗ് അടക്കം എല്ലാ സാധനവും ഉണ്ട്. സീറ്റ് കവർ അടക്കം ചെയ്തിട്ടുണ്ട്. അതെ. ഈ 14000 ഓടിയ ടയറാണ് കിടക്കുന്നത്. വണ്ടി ഓവറോൾ നല്ല വൃത്തിയുണ്ടോ? ഇതിൽ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഉണ്ടാവില്ല. അതായത് ക്ലീൻ വണ്ടിയാണ്. അതെ അല്ലേ? ഈ വണ്ടിയുടെ നമ്പർ ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഈ വണ്ടീൻ്റെ ഫോട്ടോസോ ഡീറ്റെയിൽസോ ഇതിലൊരു സ്ക്രാച്ച് ഉണ്ടെങ്കിൽ അത് വരെ, അതായത് പെയിന്റിന്റെ ഒരു ചെറിയ പൊട്ടുണ്ടെങ്കിൽ പോലും മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതേപോലെ നമ്മൾക്ക് വണ്ടിന്റെ ടയർ ലൈഫ് അടക്കം നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 5 സ്റ്റെപ്പിന്റെ അടക്കം ഉണ്ടാവും അല്ലേ? എവിടെയാ മെൻഷൻ ചെയ്യല്? ഇവരുടെ ആപ്പിലാണ് കേട്ടോ. കാർ24ന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ ഈ വണ്ടി നമ്പർ അടിച്ചു കൊടുത്താൽ ഈ വണ്ടിയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽ കിട്ടും. ഇപ്പോൾ നമ്മൾ പറയുന്ന റേറ്റ് ചിലപ്പോൾ നാളെ നിങ്ങൾക്ക് ആ ആപ്പിൽ നോക്കുമ്പോൾ നല്ലൊരു ഡിസ്കൗണ്ട് ചിലപ്പോൾ വന്നിട്ടുണ്ടാവും. റേറ്റ് എത്രയാ? ഈ വണ്ടിയുടെ റേറ്റ് വരുന്നത് 744. 22 മോഡലാണെന്ന് ആലോചിക്കണം. വെറും 14,000 അത്രേ ഓടിയിട്ടുള്ളൂ. ചിലപ്പോൾ ഇപ്പോൾ 742 നമ്മളിപ്പോൾ ഇതിനൊരു വില പറഞ്ഞല്ലോ. നാളെ നിങ്ങൾ ആപ്പിൽ നോക്കുമ്പോൾ ഒരു ഡിസ്കൗണ്ട് വന്നിട്ടുണ്ടാവും. ചിലപ്പോൾ 720 ആയിരിക്കും. അതെന്ന് പറയുമ്പോൾ നമുക്ക് ഇന്നൊരു ഡിസ്കൗണ്ട് കമ്പനി ഓൾറെഡി ഇട്ടിട്ടുണ്ട്. പിന്നെ നാളെ വേറൊരു കസ്റ്റമർ വന്ന് വേറൊരു നെഗോസിയേഷൻ ചോദിക്കുമ്പോൾ കമ്പനി കൊടുക്കണമെന്നില്ല. ഓൾറെഡി തലേദിവസം ഡിസ്കൗണ്ട് ഇട്ടിട്ടുണ്ടാവും. അതുകൊണ്ടാണ്. എന്നിരുന്നാലും നിങ്ങൾ ഇപ്പോൾ ഈ കമ്പനീന്റെ എല്ലാം വിട്ടിട്ട് നിങ്ങൾക്ക് ഇവിടെ വരുന്ന ഒരാൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൊടുക്കും അല്ലേ? മാക്സിമം ചെയ്യാൻ പറ്റുന്ന ഹെൽപ്പുകൾ എല്ലാം ചെയ്ത് കൊടുക്കും. അതായത് ഒരാൾക്ക് നല്ലൊരു വണ്ടി എടുക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ
കാര്യങ്ങൾ എന്താണോ അത് ഇവർ ചെയ്തു തരും കേട്ടോ. റെനീഷിനെ കോൺടാക്ട് ചെയ്ത് റെനീഷ് പ്രത്യേകിച്ച് ചെയ്തു തരും അല്ലേ. അടുത്തത് നമ്മുടെ ഹുണ്ടായിന്റെ ഏറ്റവും ജനപ്രിയ വാഹനങ്ങളിലൊന്നല്ലേ, ഹുണ്ടായി ക്രെറ്റയാണ്. ക്രെറ്റയുടെ ഫസ്റ്റ് ഷേപ്പ് വണ്ടിയാണ്. മോഡൽ വരുന്ന 2016 മോഡലാണ്. 16 2016 എനിക്ക് ഒന്ന് ഫുൾ ഓപ്ഷൻ തോന്നുന്നല്ലോ. അതെ, SX+ ആണ് വരുന്നത്. SX+ ആണ്. ഒട്ടുമിക്ക എല്ലാവിധ ഫീച്ചേഴ്സും വരുന്നുണ്ട്. പിന്നെ അലോയിൽ മാറ്റി ചെയ്തിട്ടുണ്ട്. 4 നല്ല പുത്തൻ ടയറും കിടക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ നിലവിൽ ഈ വണ്ടിയിൽ സ്ക്രാച്ചോ ഡെന്റോ ഒന്നും കാണുന്നില്ല. നിങ്ങൾ ആപ്പിൽ ഒന്ന് കയറി ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. കൂടുതൽ ഫോട്ടോസ് കാണണമെങ്കിൽ അങ്ങനെ കാണുകയും എല്ലാ സൈഡിൽ നിന്നുള്ള ഫോട്ടോസ് നമ്മൾ ക്ലിയർ ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഇവിടെയുള്ള വണ്ടികളിൽ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഉണ്ടാവില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ വണ്ടിന്റെ സർവീസ് ഹിസ്റ്ററി അടക്കം നമ്മൾ ആപ്പിൽ ചെയ്യുന്നുണ്ടല്ലേ. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അത് വളരെ വലിയൊരു ഉപകാരമാണ്. ഈ ആപ്പിൽ ഈ പറഞ്ഞ സർവീസ് ഹിസ്റ്ററി അടക്കം ഉള്ളതുകൊണ്ട് ജസ്റ്റ് അതിൽ കയറി ബുക്ക് ചെയ്യുക. ഇവർ വേണേൽ വീട്ടിൽ വണ്ടി എത്തിച്ചു കൊടുക്കും. ആ ഒരു സംഭവമില്ല. അതെ, 120 കിലോമീറ്റേഴ്സ് വരെ നമ്മൾ ഫ്രീ ആയിട്ട് വീട്ടിൽ വണ്ടി എത്തിച്ചു കൊടുക്കും. അതായത് നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് എടുക്കാനാട്ടോ. ഇതിപ്പോൾ നിങ്ങളിപ്പോൾ ഇവിടെ കൊച്ചിയിൽ ഇപ്പോൾ ഒരു 30 കിലോമീറ്റർ അപ്പുറമാണ് നിങ്ങളുടെ വീടെങ്കിൽ ഈ വണ്ടി നിങ്ങൾ ആപ്പിൽ നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ആപ്പിൽ നിങ്ങൾ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ബുക്ക് ചെയ്യുക. അപ്പോൾ ഇവരെന്താക്കും, എന്നിട്ട് നിങ്ങളെ കൂട്ടിയിട്ട് വീട്ടിൽ കൊണ്ടുപോയി വണ്ടിയൊക്കെ ഓടിച്ച് നോക്കി എല്ലാം സെറ്റാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ആ ആപ്പിൽ തന്നെ ഇത് പർച്ചേസും ചെയ്യാം. ടോക്കൺ ചെയ്തിടാം ഫസ്റ്റ്. നമുക്ക് ഇവിടെ എന്ന് പറയുമ്പോൾ രാവിലെ കാണുന്ന വണ്ടികൾ വൈകുന്നേരം ഉണ്ടാവണമെന്നില്ല. പെട്ടെന്ന് തന്നെ വണ്ടികൾ ചില കസ്റ്റമേഴ്സ് ദൂരെ നിന്ന് വരുന്നവരാണെങ്കിൽ ടോക്കൺ ചെയ്തിട്ടാണ് കൂടുതലായിട്ട് വരാറ്. ചിലപ്പോൾ അവരിവിടെ എത്തുന്ന ടൈമും കൊണ്ട് വണ്ടി ടോക്കൺ ആയി പോകും. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ടോക്കൺ അടിച്ചിട്ട് നമുക്ക് 10,000, 25,000, 40,000 സെൽഫ് പേയ്മെന്റ് ഒക്കെ ഓരോ കാറ്റഗറി മാറുന്നുണ്ട് വണ്ടികൾക്കനുസരിച്ച്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിൽ നിങ്ങൾക്ക് മാറ്റി ചെയ്യാം. അത് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ എന്തായാലും ഒരു കുഴപ്പമില്ലാത്ത ക്ലീൻ പീസ് വണ്ടി. വിലയോ? വണ്ടീന്റെ വില വരുന്നത് 8,08,000 രൂപ. 8,08,000 രൂപ. ചിലപ്പോൾ നാളെ അതൊരു 7.25 ആവാനും സാധ്യതയുണ്ട്. കിലോമീറ്റർ പറഞ്ഞല്ലോ, കിലോമീറ്റർ 54,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വളരെ ലോ കിലോമീറ്റർ. ആ വണ്ടിന്റെ ക്വാളിറ്റി അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ചെക്ക് ചെയ്തോളൂ, നോക്കിക്കോളൂ. എങ്ങനെ വേണേലും എല്ലാവിധ ഫെസിലിറ്റി ഇവർ ചെയ്തു തരും. വന്നിട്ട് ഇഷ്ടപ്പെട്ട വണ്ടികൾ എടുക്കാം. ഓൾറെഡി നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ 2 പെട്രോൾ വണ്ടി കാണിച്ചു തന്നു. ഇനിയിപ്പോൾ ഒരു ഡീസൽ വണ്ടി അത്യാവശ്യം മൈലേജ് ഒക്കെ കിട്ടുന്ന നല്ല വണ്ടി വേണമെങ്കിൽ അല്ലേ. ഇത് ടെറാൻ ഏതോ മോഡല്? ഇത് 2017 മോഡലാണ്. 17 മോഡലാണ്. മോഡൽ കൂടിയ വണ്ടിയല്ലേ. XVD പ്രീമിയം ആണ് വരുന്നത്. എങ്ങനെ? XVD പ്രീമിയം. ഓക്കെ, XV പ്രീമിയം എന്ന് പറയുമ്പോൾ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. പിന്നെ ഇത് 85 ആണോ അതോ 110 ആണോ? ഇത് വണ്ടി വരുന്നത് 85 ആണ്. 85. അത്യാവശ്യം നല്ല മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും. സീറ്റ് കവർ മോശമൊന്നുമില്ല, നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഡീസൽ ഓട്ടോമാറ്റിക് ആണ് കേട്ടോ വണ്ടി. ഇത് ഓട്ടോമാറ്റിക്കാ? ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ, അതായത് AMT വരുന്ന ഓട്ടോമാറ്റിക് വണ്ടി. ഇത് എത്ര ഓടിയിട്ടുണ്ട്? ഈ വണ്ടി ഓടിയേക്കുന്നത് 90,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 90 ഓടിയിട്ടുള്ളൂ അല്ലേ. ജെനുവിൻ ആണല്ലോ അല്ലേ. ഇത്രയും കാര്യങ്ങളൊക്കെ തരും. ഒരു ആക്സിഡന്റോ ഒരു റീപ്ലേസ്മെന്റോ ഒന്നും ഇല്ലാത്ത ക്ലീൻ വണ്ടി. ടയർ ഭാഗങ്ങളാണെങ്കിൽ ഏകദേശം ഒരു 60-70% വണ്ടി അത്യാവശ്യം ഓവറോൾ നല്ല നീറ്റാണ്. ഇപ്പൊ നമ്മൾ പറയുന്നതിന് ഉപരി നിങ്ങൾക്ക് കാണണമെങ്കിൽ വീണ്ടും പറയുന്നു, ആപ്പിൽ കയറി നോക്കിക്കോളൂ. ഇനി ഞാൻ പറയില്ല, എപ്പോഴും ഇങ്ങോട്ട് വരാം, നേരിട്ട് വണ്ടി വരാം. അതെ, ഞാൻ പറയുന്നത് ഇപ്പൊ ചിലപ്പോൾ ദൂരെ നിന്നൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കി ഒരു ബുക്കിംഗ് ഒക്കെ എടുത്തിട്ടൊക്കെ വന്നാൽ മതി. അങ്ങനെ ദൂരെ നിന്ന് വരുന്ന കസ്റ്റമേഴ്സിനാണെങ്കിൽ നമ്മൾ വീഡിയോ കോൾ ആയാലും വണ്ടി കാണിച്ചു കൊടുക്കും അല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും നല്ല വൃത്തിയുള്ള ഒരു ടെറാനോ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ 17 മോഡൽ, അതും ഓട്ടോമാറ്റിക് വണ്ടി, 90 ഓടിയത്. എന്താ വില വരുന്നത്? ഈ വണ്ടീന്റെ റേറ്റ് വരുന്നത് 6,79. 6,79 കൊടുക്കാം. അടിപൊളി. 17 ഓട്ടോമാറ്റിക് വേണമെങ്കിൽ 6,79,000 രൂപയ്ക്ക് കൊണ്ടുപോകാം. ഇത് ഓട്ടോമാറ്റിക് ആകുമ്പോൾ 110 ആയിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നല്ലൊരു ഓട്ടോമാറ്റിക് വണ്ടി ക്വാളിറ്റി ഉള്ളത് നോക്കുന്നുണ്ടെങ്കിൽ ഇത് നോക്കിക്കോളൂ. വൃത്തിയുള്ള വണ്ടി. വെറും 5,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു പെട്രോൾ XUV 300 അല്ലേ. അത് ഏറ്റവും ന്യൂ ഷേപ്പ് വണ്ടിയാണ്. അതായത് ഈ പുതിയ ലോഗോ ഒക്കെ വരുന്ന ടൈപ്പ് വണ്ടിയാണ്. ഇത് മോഡൽ ഏതാ? വണ്ടി വന്നേക്കുന്നത് 2022 ഡിസംബർ ആണ് കേട്ടോ. 22 ഡിസംബർ അല്ലേ. ഓൾമോസ്റ്റ് 23 വണ്ടി എന്ന് തന്നെ പറയാം. വെറും 5,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. പെട്രോൾ ആണ് അല്ലേ. ഇത് W4 W4 ബേസ് മോഡൽ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഒട്ടുമിക്ക ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഉണ്ട് കേട്ടോ. ഫീച്ചേഴ്സ് അങ്ങനെ കുറവൊന്നുമില്ല. പിന്നെ വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഒന്നുമില്ല. പുത്തൻ വണ്ടിയാണ്. അതായത് ഞാൻ ചുമ്മാ ചോദിച്ചെന്നുള്ളൂ കേട്ടോ. പിന്നെ ടയർ ഭാഗങ്ങളൊക്കെ 5,000 ഓടിയതാണ്. റെഡ് കളർ വണ്ടിയാണ്. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി കണ്ടീഷൻ. ഇന്റീരിയർ സീറ്റ് കവറൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. അതെ. ഇത് നമുക്ക് എന്ത് പ്രൈസ് വരും? ഈ വണ്ടിക്ക് റേറ്റ് വരുന്നത് 8,03,000 രൂപ. 8,03,000 രൂപ. എനിക്ക് തോന്നുന്നു ഒരു 10, 11, 12 ആ ഒരു റേഞ്ചിലൊക്കെ പുതിയ വില വരുന്നില്ല. അതെ, വരുന്നുണ്ട്. എന്തായാലും നല്ലൊരു 2-3 ലക്ഷം രൂപ ഡിപ്രീസിയേഷൻ. നിങ്ങൾ നോക്കിക്കോളൂ. ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല ഡിസ്കൗണ്ട് ചിലപ്പോൾ അടുത്ത ദിവസങ്ങളിൽ വരാം. അത് ചെക്ക് ചെയ്താൽ മതി. ചിലപ്പോൾ ഇന്ന് വൈകുന്നേരം തന്നെ ഈ വണ്ടി സെയിലായി പോവുകയും ചെയ്യാം അല്ലേ. അത് ഉറപ്പൊന്നുമില്ല കേട്ടോ, നമ്മൾ കാണിക്കുന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ പറഞ്ഞ ആപ്പിൽ കയറിയിട്ട് കംപ്ലീറ്റ് സാധനം നോക്കിയിട്ട് മാത്രം, അത് ഒരു ബുക്കിംഗ് എടുത്തിട്ട് മാത്രം ഇങ്ങോട്ട് വരിക. അല്ലെങ്കിൽ ചിലപ്പോൾ വണ്ടി പോയി പോകും, പിന്നെ നോക്കിയിട്ട് കാര്യം ഉണ്ടാവും. അപ്പോൾ വെറും 5,000 കിലോമീറ്റർ ഓടിയ വണ്ടി നോക്കിക്കോളൂ. 1 രൂപ കയ്യിൽ നിന്ന് മുടക്കണ്ട. അതായത് ഫുൾ ഫിനാൻസ്. അത് ഞാൻ പറയാൻ മറന്നു പോയതാണ്. ഇപ്പോൾ നമ്മൾ 3-4 വണ്ടി കാണിച്ചല്ലോ, അതെല്ലാം നിങ്ങൾക്ക് ഫുൾ ഫിനാൻസ് കിട്ടും. 1 രൂപ കയ്യിൽ നിന്ന് മുടക്കാണ്ട്. പ്രൊഫൈൽ പക്കയായിരിക്കണം, സിബില് കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരിക്കണം അല്ലേ. അങ്ങനെയാണെങ്കിൽ ഒന്നും കൊണ്ടുവരണ്ട. 9 hours മതി. 50 മണിക്കൂർ കൊണ്ട് പ്രോസസ് ചെയ്ത് കൊടുക്കാം അല്ലേ. പിന്നെ ഇവരുടെ നിങ്ങൾക്ക് തന്നെ ഇപ്പൊ എന്തോ ലോണിന്റെ പരിപാടി അല്ലേ? നമ്മൾ ഓൺ ഫിനാൻസ് ആണ് ചെയ്യുന്നത്. അടിപൊളി. അത് എത്ര ഇൻട്രസ്റ്റ് ഒക്കെ? നമുക്കെന്ന് പറയുമ്പോൾ എങ്ങനെ പോലും 12% ആണ് ഡിമിനിഷിംഗിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്.
സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? ഓക്കെ, അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്തോളൂ. കസ്റ്റമർ സിവിലൊക്കെ അനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. വേണ്ടെങ്കിൽ വേറെ നിങ്ങൾ ചെയ്ത് കൊടുക്കും. പിന്നെന്താ വേണമെങ്കിൽ അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല ബാങ്ക് ലോണിൽ കിട്ടേണ്ട സാധനമാണ്. കാരണം പുത്തൻ വണ്ടിയല്ലേ. എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ, ഏതാണോ നിങ്ങൾക്ക് ലാഭമായിട്ട് തോന്നുന്നത് അത് നിങ്ങൾ എടുത്തോളൂ. നല്ല മോഡൽ കൂടിയ ലോ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയും കൂടി കാണിച്ചു തരാം. അതായത് 7 സീറ്ററിൽ ലോ ബഡ്ജറ്റിൽ അല്ലേ? ഈ 7 സീറ്ററിൽ ശരിക്കും പറഞ്ഞാൽ ഈ മോഡലിൽ ഈ വിലക്ക് കിട്ടുന്ന ഇതൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ 1 ലിറ്റർ ആണ് വണ്ടി വരുന്നത്. അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ നമുക്ക് മറ്റുള്ള വണ്ടിയെ അപേക്ഷിച്ച് കൂടുതൽ കിട്ടും. അതെ, പക്ഷെ മോശമില്ലാണ്ട് വലിയൊക്കെ ഉണ്ടാവില്ലേ, പവറൊക്കെ ഇല്ലേ? 7 സീറ്റർ ആണ്. റെനോൾട്ടിന്റെ ഏതായിരുന്നു? ട്രൈബർ. ഇത് ശരിക്കും വേരിയന്റ് ഏതാ? ഇത് RXZ ആണ്. RXZ ഏറ്റവും ഫുൾ ഓപ്ഷൻ അല്ലേ? ബട്ടൺ ചാർട്ടൊക്കെ വരും അല്ലേ? ഓക്കെ, 4 ഡോർ പവർ വിൻഡോ, സെന്റർ ലോക്ക്, ബട്ടൺ ചാർട്ട്, മിറർ അഡ്ജസ്റ്റ്മെന്റ് എല്ലാ സാധനവും വരുന്ന വണ്ടിയാണ്. ഏതാ? DR പിന്നെ പ്രൊജക്ടർ, ഹെഡ് ലാമ്പ്, സകല സാധനം വരും. KL1 തിരുവനന്തപുരം വണ്ടിയാണ്. ഇത് കിലോമീറ്റർ എത്ര പറഞ്ഞേ? 55,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 5 അല്ലേ? ഫസ്റ്റ് ഓണർ വണ്ടി. സിംഗിൾ ഓണർഷിപ്പിൽ 55,000 കിലോമീറ്റർ ഓടിയ വണ്ടി. 20-ൽ 55,000 മോശമില്ലാണ്ട് ഓടിയിട്ടുണ്ടല്ലേ? വേറെ അപാകതകളൊന്നും ഒന്നുമില്ല. ഒന്നുമല്ല. അതെന്തായാലും ഉണ്ടെങ്കിൽ അതുണ്ടാവില്ല എന്നുള്ള ഗ്യാരണ്ടിയാണ്. ഒരു ബ്രാൻഡുകളൊന്നും ഒരിക്കലും അങ്ങനത്തെ വണ്ടികളൊന്നും എടുത്ത് വെക്കില്ല കേട്ടോ. പിന്നെ ടയർ ഭാഗങ്ങളെല്ലാം അത്യാവശ്യം നല്ല കട്ടിയുള്ള ടയറുണ്ട്. പ്രൈസോ? 6,50,000 രൂപ. 6.5 കൊടുക്കുക അല്ലേ? 6,50,000 രൂപയാണ്. അതൊക്കെ നിങ്ങൾക്ക് 5 സംതിങ്ങിന് ഈ വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകും അല്ലേ? കൊടുക്കൂലേ? പിന്നെന്താ, മാക്സിമം നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ചെയ്ത് തരും. ഇനിയിപ്പോൾ ഇവരുടെ ആപ്പിൽ ഡിസ്കൗണ്ട് ആയില്ലെങ്കിൽ പോലും ഇവർ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു തരും. മാക്സിമം നമ്മുടെ ആൾക്കാർക്ക് വണ്ടി എടുക്കാനുള്ള എല്ലാ സൗകര്യവും നമ്മൾ ചെയ്ത് കൊടുക്കും അല്ലേ? അപ്പോൾ ഒരു 5 സംതിങ്ങിന് എടുക്കാൻ താല്പര്യം കോൺടാക്ട് ചെയ്തു കേട്ടോ. അതും ഫുൾ ഓണിൽ നല്ലൊരു ഡീസൽ എർട്ടിക ഇൻക്ലൂഡിങ് വാറണ്ടിയിൽ വാങ്ങാൻ അല്ലേ? അതെ. പിന്നെ നമ്മൾ ആദ്യം മുതലേ പറയാൻ തുടങ്ങിയാൽ വിട്ടുപോയ കാര്യമാണ് വാറണ്ടി അല്ലേ? വാറണ്ടി 1 മാസം മുതൽ 1 മാസം വരെ ഫ്രീ ആണ്. 1 മാസം വരെ ഫുൾ വാറണ്ടിയാണ്. ഫ്രീ ആയിട്ട്. ഓക്കെ, 1 മാസം നിങ്ങൾക്ക് ഒരു ചെക്കിംഗ് വാറണ്ടി എന്നുള്ള ലെവലിൽ കൊണ്ടുപോകാം. കസ്റ്റമറിന് ഇപ്പോൾ ഒരു 1-2 ആഴ്ച കഴിഞ്ഞിട്ട് എന്തെങ്കിലും കംപ്ലൈന്റ് ഫീൽ ചെയ്താൽ പോലും അവർക്ക് അത് കംപ്ലൈന്റ് തീർത്തു. അതെ. പിന്നെ വേറൊരു കാര്യമുണ്ട്, 1 മാസം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം. 1 വർഷം ചെയ്യാം, 2 വർഷം ചെയ്യാം. അല്ല, 1 വർഷത്തേക്കുള്ളൂ. ആണോ? 1 വർഷത്തേക്കാണ്. വണ്ടിന്റെ പ്രൈസ് വെച്ചിട്ടായിരിക്കും എക്സ്റ്റെൻഡ് വാറന്റി റേറ്റും കാര്യങ്ങളൊക്കെ. അതൊക്കെ നമുക്ക് ചെയ്ത് കൊടുത്തൂടെ? മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തിട്ട് മാക്സിമം നമുക്ക് ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ, ഇത് ശരി ഏതാ മോഡൽ എർട്ടിക? ഈ വണ്ടി വരുന്നത് 2016 മോഡലാണ്. 16 മോഡൽ ഡീസൽ വണ്ടിയാണ്. VDI ആണല്ലേ? VDI. ഓക്കെ, ഇത് ഓടിയതൊക്കെ എത്രയാ? വണ്ടി ഓടിക്കുന്നത് 90,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ ആണ്. വണ്ടി അങ്ങനെ കൊടുക്കൂല. ജെനുവിനാണ് ചോദിക്കുന്നത്, ആവശ്യമില്ലാത്തൊരു ചോദ്യം. അതെ. ഓക്കെ, റിയലി സോറി, ചോദിക്കൂല. പിന്നെ വേറെ ആക്സിഡന്റ് റിപ്ലേസ്മെന്റ് ഒന്നും ഉണ്ടാവില്ല. മേജർ ആക്സിഡന്റോ ഫ്ലഡ് എഫക്റ്റോ ഒന്നുമില്ല. അതുപോലെ തന്നെ ഇന്റീരിയർ മോശമില്ല, എല്ലാവിധ ഫീച്ചേഴ്സും ഉണ്ട്. 90,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ അല്ലേ? എന്താ പ്രൈസ്? വണ്ടി 691 റേറ്റ് വരുന്നത്. 691. അതെ. 16 വണ്ടി അല്ലേ? 16 വണ്ടി. അത് ഇച്ചിരി കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ അത് നിങ്ങളൊന്ന് നോക്കിക്കോളൂ, ചിലപ്പോൾ നല്ല ഡിസ്കൗണ്ടുകൾ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാവും അല്ലേ? പിന്നെ വണ്ടിന്റെ ക്വാളിറ്റി അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നീറ്റ് ക്വാളിറ്റി ആയിരിക്കും. അതാണ് ഒരു പ്രൈസ് റേഞ്ച് വ്യത്യാസം വരുന്നത് അല്ലേ? പക്ഷെ അത് ഞാൻ പറഞ്ഞാലോ, അത് കുറയും, ഇനിയും കുറയും. നിങ്ങൾ വരിക, വന്നിട്ട് സംസാരിക്കുക, ഫുൾ ഓണിൽ എടുത്തുകൊണ്ട് പോകും. ഒരു ഡസ്റ്റർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഡസ്റ്റർ ഡീസൽ വണ്ടിയാണ്. കമ്പാരിറ്റീവ്ലി നിങ്ങൾക്ക് കുറച്ച് വിലയെ കുറച്ച് എടുക്കാൻ പറ്റുന്ന വൃത്തിയുള്ള ഒരു വണ്ടി അല്ലേ? ഫുൾ ഓണിൽ എടുക്കാം. ഇനി ഇവിടുത്തെ കേസ് ഫുൾ ഓണിന്റെ കേസ് പറയേണ്ട കാര്യമില്ല. എല്ലാ വണ്ടിക്കും ഇവിടെ കിടക്കുന്ന 250 വണ്ടിക്കും നിങ്ങൾക്ക് ഫുൾ ഓൺ കിട്ടും. 1 രൂപ പോലും കൊടുക്കണ്ട. ഇത് മോഡൽ ഏതാ? ഈ വണ്ടി വരുന്നത് 2015. 15 ആണ്. 85 ആണ് വരുന്നത്. 85 ആണ്. ഓക്കെ, മൈലേജ് കിട്ടുന്ന, കംപ്ലൈന്റ് കുറഞ്ഞ നല്ലൊരു വണ്ടി. ഇതിന്റെ ചാവി ഇവിടെ ഇല്ല. ഇവിടെ ഈ ഇത്ര എണ്ണത്തിനിടയിൽ തപ്പിയെടുക്കൽ വലിയ പാടാണ് കേട്ടോ. അപ്പോൾ ചാവീന്റെ സംഭവം ഇവരുടെ അടുത്ത് കാണുന്നില്ല. ലൈക്ക് അല്ലേ, എടുത്ത് വെച്ചത് എവിടെയാണ്? അപ്പൊ എന്തായാലും ഇതിന്റെ ഫോട്ടോസ് നിങ്ങൾക്ക് ഇന്റീരിയർ കാണണമെങ്കിൽ ആ ആപ്പിൽ ഒന്ന് കയറി നോക്കിയാൽ മതി. എല്ലാ സൈഡിൽ നിന്നുള്ള ഫോട്ടോസ് ഉണ്ടല്ലേ? പിന്നെ ലോ ബഡ്ജറ്റിൽ കാണിക്കാൻ പറ്റുന്ന വണ്ടി ആയതുകൊണ്ടാണ് ഞാനത് കാണിക്കുന്നത്. ഇത് 15 ഓടിയത് എത്രയാന്ന് പറഞ്ഞത്? വണ്ടി ഓടിയേക്കുന്നത് 91,000 കിലോമീറ്റർ. 91,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ വണ്ടി, ഡീസൽ, 85 മൈലേജ് ഉള്ള വണ്ടി. എന്ത് വിലയ്ക്ക് കൊടുക്കാം? ഈ വണ്ടിക്ക് വരുന്നത് 450. 4.5 ലക്ഷം രൂപ അല്ലേ? ആക്സിഡന്റ് ഇല്ല, റീപ്ലേസ്മെന്റ് ഇല്ല, കറക്റ്റ് കിലോമീറ്റർ ആണ്. സർവീസ് ഹിസ്റ്ററി ആപ്പിൽ ഉണ്ടാവും. 4.5 ലക്ഷം രൂപയ്ക്ക് ഫുൾ ഓണിൽ എടുത്തുകൊണ്ട് പോകാം. 4.5 ഒന്നും വേണ്ട, അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ചെയ്തു തരും കേട്ടോ. ചെറിയൊരു ബഡ്ജറ്റിൽ വന്നാൽ ഇത് കൊണ്ടുപോകാം. ഒരു മൾട്ടി പർപ്പസ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മോഡൽ കൂടിയ ഒരു ഈക്കോ അല്ലേ? 5 സീറ്റർ AC യാ? 5 സീറ്റർ AC വരും. ഓക്കെ, മോഡൽ ഏതാ? വണ്ടി വരുന്നത് 2018 മോഡലാണ്. സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടിയാണ് കേട്ടോ. സെക്കൻഡ് ഓണർഷിപ്പ് അല്ലേ? ഓടിയതോ? 53,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ ആണ്. 53,000 വലിയൊരു ഓട്ടോ ഒന്നും അല്ല. പിന്നെ പെട്രോൾ ആണ്. ഒരു 14-15 കിലോമീറ്റർ മൈലേജ് കിട്ടും. പിന്നെ ഇന്റീരിയർ നല്ല വൃത്തിയുണ്ട്, സീറ്റ് കവർ ഉണ്ട്. ഇതിൽ AC AC മാത്രമേ ഉണ്ടാവുള്ളൂ. പവർ സ്റ്റിയറിംഗും പവർ വിൻഡോസ് ഒന്നും ഉണ്ടാവില്ല. ഇത് വേറെ ഭാഗത്തുകൾ ഒന്നുമില്ല. കിലോമീറ്റർ എത്ര പറഞ്ഞത്? കിലോമീറ്റർ 53,000 അല്ലേ? അതെ. ഓക്കെ, അപ്പം എന്തായാലും ചെറിയ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് മോഡൽ കൂടി ഒരു ഈക്കോ വേണമെങ്കിൽ നോക്കിക്കോളൂ. KL 61 രജിസ്ട്രേഷൻ ആണ്. എന്താ വില വരുന്നത്? ഇതിന്റെ 394. 3,94,000 രൂപയ്ക്ക് 50,000 കിലോമീറ്റർ ഓടിയ 2018 5 സീറ്റർ AC വണ്ടി കൊണ്ടുപോകാം കേട്ടോ. അപ്പോൾ എന്തായാലും ആർക്കെങ്കിലും വേണമെങ്കിൽ നോക്കിക്കാം. ഒരു കുഴപ്പമില്ല, ക്ലീൻ വണ്ടിയാണ്. ഫ്രണ്ട് 2 പുത്തൻ ടയറുണ്ട്. ബാക്കിൽ ഒരു 60% ഉള്ളൂ കേട്ടോ.
10,000 കിലോമീറ്റർ കൂടിയിട്ട് മാറിയാൽ മതി. ഒരു അപാകതയില്ലല്ലോ വേറെ? ഒന്നുമില്ല, ക്ലീൻ വണ്ടി അല്ലേ? ഓക്കെ, എന്തായാലും നോക്കിക്കോളൂ കേട്ടോ. നമുക്ക് ഈക്കോ എന്നൊക്കെ പറയുമ്പോൾ ഒരു കഴിഞ്ഞ ഒരു 2-3 മാസമൊക്കെ കൂടിയിട്ട് വന്ന് കയറുന്ന വണ്ടി വരുന്നത് അല്ലേ? കിട്ടാനില്ലാന്ന് തോന്നുന്നു. കിട്ടാനില്ല വണ്ടി. അതെ അതെ. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് കിട്ടുമ്പോൾ നല്ലത് നോക്കി എടുത്തോ കേട്ടോ. നമുക്ക് എവിടെ ആയാലും ഒരു ദിവസം ഒരു 70 വണ്ടി ഇൻസ്പെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ കൊള്ളാവുന്ന 1-2 വണ്ടി നമ്മൾ എടുക്കാറുള്ളൂ അല്ലേ? അങ്ങനെയുണ്ട്. അല്ലാത്ത വണ്ടികളൊക്കെ ഡീലേഴ്സിനായിരിക്കും പോകുന്നത് അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും നോക്കിക്കോളൂ. കുറഞ്ഞ മാസങ്ങൾ മാത്രം പഴക്കമുള്ള സെലേറിയോന്റെ ഒരു ന്യൂ ഷേപ്പ് വണ്ടി, അതായത് 7/7/2023 ഈ വണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അല്ലേ? അതെ. മോഡൽ ഏതാ? വണ്ടി 23. ഓടിയത് എത്രയാ? വണ്ടി ഓടിക്കുന്നത് വെറും 5000 കിലോമീറ്റർ ഓടി. 5000 ഓടിയിട്ടുള്ളൂ. പെട്രോൾ ആണ് കേട്ടോ. അതായത് വെറും 5000 കിലോമീറ്റർ ഓടിയ വണ്ടി. ഇത് ശരിക്കും VXI ഓപ്ഷനാണ്. VXI ആണല്ലേ? ഓക്കെ, VXI ആകുമ്പോൾ മിഡിൽ ഓപ്ഷൻ ആണ് കേട്ടോ. അത്യാവശ്യം വേണ്ടുന്ന എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാകും. ഇതിന്റെ താക്കോൽ ഇവിടെ ഇല്ല, ഞങ്ങൾ നോക്കിയിട്ട് കണ്ടില്ല. ഇത് ലോ കിലോമീറ്റർ വണ്ടി ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇതിന്റെ ഇന്റീരിയർ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ ആ ജസ്റ്റ് ആപ്പിലൊന്ന് കയറിയിട്ട് എടുത്തോളൂ കേട്ടോ. 1-2 കുറച്ച് വണ്ടികൾ നമ്മളിന്ന് കാണിക്കാൻ ഉദ്ദേശിച്ചത് അങ്ങനെ കിടപ്പുണ്ട്. നല്ല ലോ കിലോമീറ്റർ വണ്ടികൾ ഞാൻ കാണിക്കണം എന്ന് വിചാരിച്ച കുറേ എണ്ണത്തിന് കീ ഇല്ല അല്ലേ? അതെ, എടുത്തു വെച്ച് എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇത് വിലയോ? ഈ വണ്ടിയുടെ റേറ്റ് വരുന്നത് 583. 583 അല്ലേ? ഓ, 5,83,000 രൂപയ്ക്ക് ഇത് കൊടുക്കാം. ഓ, 2023 ജൂലൈ വണ്ടിയാണ്. ജൂലൈ വണ്ടി, ഇത്രയും പുതിയ മോഡൽ വണ്ടി. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ. നല്ല ക്ലീൻ പീസ് വണ്ടിയാണ്. ഇപ്പൊ നമ്മൾ ഏകദേശം ഒരുവിധം എല്ലാ ബ്രാൻഡിന്റെ വണ്ടികളും ഓരോന്ന് കാണിച്ചു അല്ലേ? ഇനിയിപ്പോൾ എന്തായാലും ഒരു കിഡും കൂടി ആയിക്കോട്ടെ. കിഡ് ചെറിയ വണ്ടി ആർക്കെങ്കിലും വേണേൽ നോക്കിക്കോളൂ. 16 മോഡൽ, 2016 മോഡൽ, പെട്രോൾ ആണ്, ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് വണ്ടി. അടിപൊളി. ഓടിയത് എത്രയാ? വണ്ടി ഓടിക്കുന്നത് 96,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 96,000. അതെ, ഓക്കെ. കറക്റ്റ് ആയിട്ട് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അതെ. ഫ്രണ്ടിലെ ടയർ ബാക്കിലെ ടയറും ഏകദേശം ഒരു 80% ഉണ്ട്. സീറ്റ് അവർക്ക് കമ്പനി വന്ന സീറ്റാണ്, ഓട്ടോമാറ്റിക് ആണെന്ന് പറഞ്ഞു. RXT ഓപ്ഷനിലാണ്, അന്നത്തെ ഏറ്റവും ഫുൾ ഓപ്ഷൻ. അതെ. ഇത് എന്താ വില? വണ്ടിക്ക് 3,45. 3,40,000 രൂപ. ₹1 പോലും കയ്യിൽ കൊണ്ടുവരാണ്ട് ഒരു ഓട്ടോമാറ്റിക് വണ്ടി വാങ്ങിച്ചുകൊണ്ട് പോകണമെങ്കിൽ നേരെ ഇങ്ങോട്ട് പോരെ. ഇവരുടെ ആപ്പിൽ കയറി നോക്കിക്കോളൂ. ഒന്ന് ബുക്ക് ചെയ്തിട്ട് മാത്രം വരിക, അല്ലെങ്കിൽ ചിലപ്പോൾ കിട്ടിയില്ല എന്ന് വരും. അപ്പോൾ എന്തായാലും മാക്സിമം വില കുറച്ചും കൊടുക്കാമല്ലോ അല്ലേ? പിന്നെ ഓക്കെ. ഏറ്റവും കൂടുതൽ ഡിസ്കൗണ്ടിൽ എങ്ങനെ നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുമോ അങ്ങനെ നിങ്ങൾക്ക് ചെയ്തു തരും കേട്ടോ. അത്യാവശ്യം വിലയൊക്കെ കുറച്ച് നിങ്ങൾക്ക് ഏറ്റവും ഫുൾ ഓപ്ഷനിലുള്ള ഒരു വണ്ടി ZXi പെട്രോൾ അല്ലേ? 2012 മോഡൽ. 12 ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി കേട്ടോ. ഇത് ഓടിയതൊക്കെ എത്രയാ? വണ്ടി ഓടിക്കുന്നത് 89,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. വണ്ടിയുടെ റേറ്റ് വരുന്നത് 392 ആണ്. 392 അല്ലേ? പക്ഷേ വേറൊരു കാര്യം പറഞ്ഞാൽ ഈ വണ്ടി കണ്ടാൽ ഇത് 2012 ആണെന്നാലും പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ കേട്ടോ. കാരണം അത്രയ്ക്ക് നീറ്റ് വണ്ടിയാണ്. ഇതിന്റെയും ഡോർ ലോക്കാണ്. ജസ്റ്റ് നമ്പർ ഒന്ന് അടിച്ചിട്ട് നിങ്ങൾ ആപ്പിലൊന്ന് കയറി നോക്കിയാൽ ഇന്റീരിയർ കാണാം. നല്ല ക്ലീൻ ആണ്. ഇന്റീരിയർ ഒന്നും ഒരു പ്രശ്നമില്ല. റീപ്ലേസ് ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല അല്ലെ? ക്ലീൻ വണ്ടി. 329. 2.9? അതെ, അല്ല സോറി, 392. അതാണ് ഞാൻ ചോദിച്ചത്. 3,92,000 രൂപ. 12 വണ്ടീനെ അപേക്ഷിച്ച് അത്യാവശ്യം നല്ല വില കൂടുതലാണ്. പിന്നെ അത് ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് മാക്സിമം ഡിസ്കൗണ്ട് ആക്കി തരും. അതിൻ്റെ പുറമെ നിങ്ങൾ ആപ്പിലൊക്കെ വരുന്ന ഡിസ്കൗണ്ടുകൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇത് നിങ്ങൾക്ക് കൊണ്ടുപോകും. പക്ഷേ വണ്ടിയുടെ ക്വാളിറ്റിൻ്റെ കാര്യത്തിൽ അടിപൊളി കേട്ടോ. മോഡൽ 12 ആണെന്നേ ഉള്ളൂ. പക്ഷേ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തായാലും ഒരു 2 വർഷം 3 വർഷം വരെ ഫിനാൻസും കിട്ടും അല്ലേ? 12 ആയതുകൊണ്ട് 2 വർഷം അല്ലെങ്കിൽ 3 വർഷം എന്തായാലും കിട്ടും. ഓക്കെ, എന്തായാലും നോക്കിക്കോളൂ കേട്ടോ. 3,92,000 രൂപ റേറ്റ് നെഗോഷ്യബിൾ ആക്കി മേടിച്ചോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു എപ്പിസോഡിലെ ലാസ്റ്റ് വണ്ടി ഒരു പഴയ ഷേപ്പിലുള്ള സ്വിഫ്റ്റ് ആണ്. 2010 മോഡൽ വണ്ടി. 10 ആണ്. VXi പെട്രോൾ ആണല്ലേ? പെട്രോൾ മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്. ഇത് ശരിക്കും ഓടിയതൊക്കെ എത്രയായിരിക്കും? 90,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വണ്ടി ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. വണ്ടിയുടെ റേറ്റ് വരുന്നത് 2,54 ആണ്. 2,54,000. 2010 മോഡൽ വണ്ടിയാണ്. ഈ 10 വണ്ടിക്ക് നിങ്ങൾക്ക് 1 മാസം വാറണ്ടി കിട്ടും കേട്ടോ. അതുപോലെ തന്നെ 7 ദിവസത്തിനുള്ളിൽ തിരിച്ചേൽപ്പിച്ചാൽ മുഴുവൻ പൈസ തിരിച്ചും തരും. പിന്നെ 1 വർഷത്തെ എക്സ്റ്റൻഡ് വാറണ്ടി കൊടുക്കുന്നുണ്ട് ഇതിന്. അതെ, എക്സ്റ്റൻഡ് വാറണ്ടി 10 വണ്ടിക്ക് വരെ കൊടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ 10 വണ്ടിക്കൊക്കെ എക്സ്റ്റൻഡ് വാറണ്ടി ഒക്കെ 1 ഇയർ വാറണ്ടി ഒക്കെ കൊടുക്കുന്നത് എനിക്ക് Car24 മാത്രമേ ഇപ്പോൾ ഉള്ളൂ എന്ന് തോന്നുന്നു അല്ലേ? എല്ലാ കമ്പനികളും എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 6 മാസത്തിന് മേലേക്കുള്ള വണ്ടികൾ അങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും ഇവർ വിൽക്കുന്ന ഏത് വണ്ടി ഇപ്പോൾ 2000 മോഡലാണെങ്കിലും നിങ്ങൾക്ക് അതിന് ലോൺ അല്ല വാറണ്ടി തന്നിരിക്കും. അതൊക്കെയാണ് ഇവിടെ നിന്നൊക്കെ വണ്ടി. ഇതേപോലെ ബ്രാൻഡിൻ്റെ അടുത്ത് നിന്നൊക്കെ വണ്ടി എടുക്കുമ്പോൾ ഒരു ഗുണം. പിന്നെ പ്രൈസ് ഞാൻ പറഞ്ഞു മാക്സിമം നെഗോഷ്യബിൾ ആയി തരാം. ചില വണ്ടികൾക്കൊക്കെ പ്രൈസ് നല്ല കൂടുതൽ തന്നെയാണ്, അതെല്ലാം പറയുന്നില്ല. പക്ഷേ അതൊക്കെ മാക്സിമം ഡിസ്കൗണ്ടിൽ പോവും. ഫുൾ ലോണും കിട്ടും അല്ലേ? അതെ. പിന്നെയെന്ന് പറയുമ്പോൾ ഇവിടെ പിന്നെ വണ്ടികൾക്ക് മെയിനായിട്ട് വില കൂടാനുള്ള ചെറിയൊരു കാരണം എന്ന് പറയുമ്പോൾ വണ്ടീൻ്റെ എഞ്ചിൻ ഓയിലും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചേക്കുന്ന വണ്ടിയായിരിക്കും ക്വാളിറ്റി. ഇപ്പോൾ എന്ന് പറയുമ്പോൾ ഒരു കസ്റ്റമർ പുറത്ത് പോയി ഒരു വണ്ടി എടുത്താലും എന്തായാലും ഫസ്റ്റ് ഒരു സർവീസ് ചെയ്യണം. 10 to 5 എന്തായാലും റേഞ്ച് വരും. ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാം ചെയ്ത് വെച്ചേക്കുന്നത് കൊണ്ടാണ് 10,000 കിലോമീറ്റർ ഒന്നും ചെയ്യണ്ട. അതുകൊണ്ടാണ് ചെറിയൊരു പ്രൈസ് വേരിയേഷൻ വരുന്നത്. എണ്ണ അടിച്ച് ഓടിച്ചാൽ മാത്രം മതി. ഒരാഭാഗതയില്ലല്ലോ? ഇല്ല. ഓക്കെ. ലോൺ കിട്ടില്ല ഇത്? പിന്നെന്താ, ഫുൾ ലോൺ കിട്ടും. ഫുൾ ലോൺ 2010 വണ്ടിയൊക്കെ വേറെ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഫുൾ ലോൺ കിട്ടുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഇവർ തരും.
ഇവർക്ക് തന്നെ സ്വന്തമായിട്ട് ഫിനാൻസ് ഒക്കെ ഉള്ളപ്പോൾ പിന്നെ ആരോടും ചോദിക്കാൻ പറയുകയൊന്നും ചെയ്യണല്ലോ അല്ലേ? അതെ. ഏത് വേണേലും എടുത്ത് തരാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും നോക്കിക്കോളൂ. അപ്പോൾ നമ്മൾ ഇത്രയും സമയം കാണിച്ച ഏതെങ്കിലും വണ്ടീനെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ വേണമെങ്കിൽ ബ്രോനെ കോൺടാക്ട് ചെയ്താൽ ഈ നമ്പറൊക്കെ വെച്ചിട്ടുണ്ട്, ഇഷ്ടംപോലെ നമ്പറുണ്ട്. അതുപോലെ തന്നെ വീഡിയോൻ്റെ മേൽഭാഗത്ത് എഴുതി കാണിച്ചിട്ടുണ്ട്, ആരെ വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാം. ഇവരെ ആരെയും കോൺടാക്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് ഞാൻ പറയുള്ളൂ അല്ലേ? അതെ, ആപ്പിൽ തന്നെ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ആപ്പിൻ്റെ ലിങ്കും വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കയറിയിട്ട് നോക്കിയാൽ ഇതിൻ്റെയൊക്കെ നമ്പർ അടിച്ച് നോക്കിയാൽ ഇതിൻ്റെ എവിടെയൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാം. ഇവിടെ ചെറുതായിട്ടൊന്ന് പെയിൻറ്റ് ഫെയ്ഡ് ആയിട്ടുണ്ട്, ഇതുവരെ അതിനകത്ത് നോട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് അല്ലേ? അത് നിങ്ങളൊന്ന് കയറി നോക്കിയാൽ മതി. ഹെഡ്ലൈറ്റിൻ്റെ കണ്ടീഷനും ടയർ കണ്ടീഷനും ഒക്കെ കാണാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ബാക്കിയുള്ളവർ നോക്കട്ടെ അല്ലേ? അതെ, എന്നിട്ട് കോൺടാക്ട് ചെയ്തോ കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്തൊരു കിടലും വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.